ദോ എത്ര നേരായി തന്നോടാണോ പറഞ്ഞത് പുറത്തോട്ട് ഇറങ്ങി വരാൻ? ചിലപ്പോ അയാൾ മനഃപൂർവ്വം അവിടെ തന്നെ ഇരിക്കാണെങ്കിലോ? അതെ അതെ, എനിക്കും നല്ല സംശയമുണ്ട്. എന്നാലവൻ ഈ മത്തായി പോലീസിന്റെ ശരിക്കുള്ള കയ്യൊക്കെ കാണും. ഇടിച്ചവന്റെ മൂക്കിനം പരത്തും. ഡോ തന്നോടാണോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്? എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഇത് സാറ് വരുന്നോ? അവൻക്ക് എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടില്ല. അയ്യോ, ഞാൻ ഈ ബഹളത്തിനിടയ്ക്ക് അതങ്ങോട്ട് മറന്നു. ടീച്ചറെ, ഇന്ന് നമുക്ക് അല്ല ടീച്ചർക്ക് സ്വീകരണം കൊടുക്കണ്ടേ? വേണം വേണം. അതിനിപ്പോ ഒന്നും തയ്യാറായിട്ടില്ലല്ലോ. ടീച്ചറെ, എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ? എന്ത് ടീച്ചറെ? നമ്മുടെ സ്കൂളിൽ മാതൃകയായ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ കൂടി അതിൽ പങ്കെടുപ്പിച്ചാലോ? ആ, ഞാനത് ഓർത്തു. അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. കേട്ടല്ലോ, നിങ്ങളും വേണം ഇന്നിവിടെ. ഇന്ന് അല്ല ടീച്ചർ വരുന്ന ദിവസാ. അതിനെന്താ, ഞങ്ങൾ ഉണ്ടാവും ടീച്ചറെ. എന്നാലേ ഞാൻ അതിനുള്ള ഏർപ്പാടാക്കട്ടെ. ടീച്ചർ വേഗം വാ. ഇതാ വരുന്നു. ചേച്ചി, ഇന്ന് സ്വീകരണമൊക്കെ അല്ലേ, അപ്പൊ ചിലപ്പോ ഫോട്ടോ ഒക്കെ എടുക്കുമായിരിക്കും. അതിനെന്താ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അതല്ല ചേച്ചി, ഞാനാണെങ്കിലേ പഴയ സാരി തന്നെ എടുത്തിട്ട് വന്നേ. എന്തോ പ്രശ്നമാണ് സ്കൂളിലെന്നാണല്ലോ വിചാരിച്ചത്. അതല്ലടി, ഞാനും പഴയ സാരി തന്നെ എടുത്തേ. ഒരു സമാധാനം ഉണ്ടായിരുന്നില്ലേ, അപ്പൊ കിട്ടിയ സാരിയും വാരി എടുത്തുകൊണ്ട് പോന്നു. അല്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാ നല്ല ഡ്രസ്സ് കെട്ടി ശീലം? എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ വേഷം? അതൊന്നും സാരില്ല മൃദു, ഇതൊക്കെ മതിയെന്ന്. അതിന് എന്റെ നാത്തുമാർ എന്നെ കണ്ടുപിടിക്ക്. എവിടേക്ക് പോകുമ്പോഴേ നല്ലപോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ. ചത്ത് കിടന്നാലേ ചമഞ്ഞ് കിടക്കണമെന്നാ പറയാ. ചത്ത് കിടക്കുമ്പോ ചമയിപ്പിക്കാന് ആരെങ്കിലൊക്കെ വേണ്ട മൃദു. അല്ല, എന്റെ നാത്തുമാർ ഇപ്പൊ നോക്കിയാലും ഞാൻ തന്നെ ഒരു പഴയ ഡ്രസ്സ് ഇട്ടും കൊണ്ട് അങ്ങോട്ട് വരും. അതിനൊക്കെ എന്നെ നോക്ക്. സാറേ, ആ കുട്ടിയുടെ അപ്പുറത്തേക്ക് പോകാൻ പറ. ഞാനിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഡോ തനിക്ക് മര്യാദക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരാൻ നല്ലത്. ഓ, ഈ കുട്ടികളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ. സാറേ, എനിക്ക് തീരെ വയ്യ സാറേ. വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയെന്നേ. വാടോ, തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ ഞാൻ ശരിയാക്കുന്നുണ്ട് പിള്ളേരെ. ഡോ താൻ എന്ത് ശരിയാക്കുന്നാടോ? അയ്യോ, എനിക്ക് വയ്യേ. ആരെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേ. എടോ, ആ കൊച്ചുങ്ങൾ എന്ത് ചെയ്തെന്നാ നീ അവരോട് ദേഷ്യപ്പെടാനായിട്ട്? അവര് ചെയ്തത് നല്ല കാര്യല്ലേ? നീ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അവർ നിന്നെ ശിക്ഷിച്ചത്? എന്നാലും എന്ത് കുരിപ്പുകളാണത്? അയ്യോ, എടോ അവിടെ നിക്കടോ. അയ്യോ സാറേ, ഞാനിപ്പോ വരാ. മതി മതി, ഇനി സ്റ്റേഷനിൽ പോയിട്ട്. നടക്ക്. പാട് സാറേ, എന്നെ വിട് സാറേ. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് നടക്കടോ. സാറേ, എന്നെ വിട് സാറേ. നടക്കടോ സ്റ്റേഷനിലോട്ട്. അയ്യോ സാറേ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ടീച്ചർ, ആരാണ് മാല ഇട്ട് സ്വീകരിക്കുന്നത്? അതല്ലെങ്കിലും ഏതെങ്കിലും പിള്ളേരിട്ട് കൊടുത്താൽ മതി. ആഹാ, എന്ത് ഫസ്റ്റ്? ഞാൻ ഫസ്റ്റ് കൈപൊക്കി, അപ്പൊ ഞാൻ മാല ഇട്ടെടുക്കാം. അതൊന്നും പറ്റില്ല, ഞങ്ങൾ കൈപൊക്കി. അതെ അതെ, ഞാൻ രണ്ട് കൈപൊക്കി. അയ്യോ, ഈ പിള്ളേരുടെ ഒരു കാര്യം. ആരെങ്കിലും ഒരാൾ വാ പിള്ളേരെ. അതൊന്നും പറ്റില്ല, ഫസ്റ്റ് ഞാനാ കൈപൊക്കിയത്. ഇല്ല ഇല്ല, അത് പറ്റില്ല, ഞാനാ കൈപൊക്കിയത്. അത് പറ്റില്ല ടീച്ചറെ, ഞാൻ രണ്ട് കൈയും പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മാല ഇട്ടെടുക്കാം. ഇത് നോക്ക്, ഞാനും കൈപൊക്കി, അപ്പൊ ഞാൻ ഇട്ടെടുക്കും. അത് പറ്റില്ല, ഞങ്ങളും കൈപൊക്കി. അത് കൂട്ടില്ല, ഞാനാണ് ആദ്യം കൈപൊക്കിയത്.
അറിയോ? അപ്പൊ ടീച്ചർ കണ്ടില്ലേ ഞാൻ ഫസ്റ്റ് കഷ്ടപ്പെട്ട് വീൻ കൈ പൊക്കിയത്? അപ്പൊ എനിക്കല്ലേ ആ പൂമാല ഇട്ട് കൊടുക്കാനുള്ള അർഹത? അല്ല അല്ല ഞാൻ സമ്മതിക്കൂല. അതിനിപ്പോ അന്റെ സമ്മതം ആർക്കാ വേണ്ടേ? ആർക്കും ഇവിടെ ആവശ്യമില്ല. കണ്ടോ കണ്ടോ ഞാനൊക്കെ രണ്ട് കൈയാ പൊക്കിക്കുന്നത്, ഇത് ഒരു കൈയില് പൊക്കി. ടീച്ചർ എനിക്ക് മാല ഇടണം. ടീച്ചറേ അത് പറ്റില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മാല ഇടണം. ഞാൻ ഇതുവരെ ആർക്കും മാല ഇട്ട് കൊടുത്തിട്ടില്ല, അതൊന്നും ഞാൻ തന്നെ ഇടിച്ചു ടീച്ചറേ. ടീച്ചർ ഇതിപ്പോ അതിനേക്കാളും പുലിവാലായല്ലോ. അതെ അതെ, ഏത് കുട്ടികളെ ഇപ്പൊ നമ്മൾ ഒഴിവാക്കുക? മമ്മി മമ്മി ഇടപെട് ഇടപെട് മമ്മി. നിൽക്കുമ്പോഴേ അവർ ഏതുവരെ പോകും നോക്കാം. ടീച്ചർ നമുക്കൊരു കാര്യം ചെയ്താലോ? ടീച്ചർ പറയൂ, നമുക്ക് എന്താണെന്ന് നോക്കാം. അത് പിന്നെ ഫസ്റ്റ് ആണല്ലോ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചിന്നുവാണല്ലോ കൈ പൊക്കിയത്, അപ്പൊ നമുക്ക് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കാം പൂമാല. ആ ശരിയാ, അതാണ് അതിന്റെ ശരി. മറ്റുള്ള കുട്ടികളെ എന്തായാലും അവർക്ക് മാണെന്ന് പറയാം. ഇവളെന്തായാലും ഫസ്റ്റ് കൈ പൊക്കിയ കുട്ടിയല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് ചിന്നുവിനെ തന്നെ കൊടുക്കാം. മമ്മി വേഗം ഇടപെട്. മമ്മി ഇടപെട്, ഞാൻ അവിടെ പോയി നോക്കട്ടെ. ടീച്ചർ ഞാനൊരു അഭിപ്രായം പറഞ്ഞാലോ? എന്താണെങ്കിലും പറയൂ. അത് പിന്നെ അല്ല ടീച്ചർ, ഞാൻ അറിയുന്ന കുട്ടിയാ, അപ്പം എന്റെ മോള് തന്നെ മാല ഇടുന്നതല്ലേ നല്ലത്. അതൊന്നും സ്കൂളിൽ ബാധകമല്ല. അറിയുന്ന കുട്ടിയാണോ അല്ലാത്ത കുട്ടിയാണോ എന്ന് സ്കൂളിൽ എല്ലാവരും ഒരേപോലെയല്ലേ. അതിങ്ങനെ ശരിയാവുന്നേ, ഞങ്ങൾ അറിയുന്ന ടീച്ചറല്ലേ അത്. മൃദു നീ ഒന്നും മിണ്ടാതിരുന്നേ മൃദു, ടീച്ചർമാർ തീരുമാനിക്കട്ടെ ആരാണ് മാലയിടണ്ടേന്ന്. അതെ അതെ, നമ്മളിപ്പോ അതിൽ അഭിപ്രായം പറയാനാരാ? ഇപ്പൊ എമ്പറിനോടൊന്നും ഉണ്ടാതിരുന്ന ഊരെന്താച്ച കാട്ടട്ടേന്ന്. കുട്ടികളെ ഞാനൊരു കാര്യം പറയാം. അല്ല ടീച്ചർക്ക് മാല ഇട്ട് കൊടുക്കുന്നത് ആരാന്നറിയോ? അല്ല മോളെ, ചിന്നു അല്ലേ ആദ്യം കൈ പൊക്കിയത്, അപ്പൊ അവൾ ഇട്ട് കൊടുക്കട്ടെ. എവിടെ പോയാലും ആ നശിച്ച പെണ്ണാണല്ലോ ഒരു ചിന്നു. കൈ മാത്രല്ല ആ കാലും ഒന്ന് താത്തിയിട്ടേക്ക്. ചിന്നു നീ വിഷമിക്കാതിരിക്കടി, ഓള് മാല ഇട്ട് കൊടുക്കൂല, ഞാൻ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. അത് എങ്ങനെ? നീ നോക്കിക്കോ എങ്ങനെയാണെന്ന്. വെൽക്കം വെൽക്കം. ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി. ആ ഞങ്ങൾ കുറച്ചു നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ചിന്നു മാല ഇട്ട് കൊടുക്ക്. ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്താ മാല ഇട്ടിട്ട് സ്വീകരണമാണോ?